ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരുപാട് ദിവസമായി ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇന്ന് നിങ്ങളൊന്ന് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ലൊരു ചുരിദാർ ബിറ്റിൻ്റെ ഒരു സ്ലീവാണ് കേട്ടോ. ഇത് നമ്മൾ സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാൻ പോവാണ്. നല്ല ഹെവി വർക്കൊക്കെ ഉള്ള ഡ്രസ്സാണ്, ബട്ട് കൈ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ സെയിം വർക്ക് തന്നെ ചെയ്തിട്ട് ചെറിയൊരു കുഞ്ഞ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെറിയൊരു വർക്ക് നമ്മൾ ഇതിന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആര്യൻ സ്റ്റാൻഡിൽ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രെയിമിൽ ഇടുമ്പോൾ നമ്മൾ കൈയൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോർഷന് കുറച്ച് ഒറ്റ ഭാഗത്തായിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഒരു തുണി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രെയിമിൽ ഒറ്റ ട്രിപ്പിൽ നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വലിയ സ്റ്റിച്ചാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് മെഷീനിൽ വെച്ചിട്ട് വലിയ സ്റ്റിച്ചിലിട്ടിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ജസ്റ്റ് സൂചി നൂല് ഉപയോഗിച്ചിട്ട് വെറുതെ ഒന്ന് തുന്നി കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. എങ്കിലും നമുക്ക് കഴിക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ അപ്സരയുടെ വൈറ്റ് ഗ്ലാസ് മാർക്കർ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. നമ്മൾ സാധാ ചോക്കൊന്നും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് പരിപാടി കഴിയുന്ന ടൈം ആകുമ്പോഴേക്കും അത് മാഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ എവിടേക്കാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ആര്യൻ സ്റ്റാൻഡിൽ ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം ഫ്രെയിമിൽ നമ്മൾ തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ആര്യൻ സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെയ്യുകയാണ്. ടുലിപ്പിൻ്റെ നമ്പർ നീഡിൽ 14 ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വുഡൻ നീഡിൽ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യാം. നമ്മൾ ബീഡ്സ് വർക്കും കട്ട് ബീഡ്സ് വർക്ക്സൊക്കെ നമ്മൾ ചെയ്യുന്ന ടൈമിൽ വുഡൻ നീഡിൽ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ബട്ട് എനിക്കൊന്ന് പ്രാക്ടീസ് ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇതുപോലത്തെ വർക്ക് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ചെയ്തിരുന്നത് ഇതുവരെ. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതൊന്ന് പ്രാക്ടീസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാരണം ഇതുപോലെ നല്ല ഹെവി വർക്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൂചി നൂല് ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ഇരുന്നിട്ട് ചെയ്യാണ്ട് ഇത് പ്രാക്ടീസായി നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് പ്രാക്ടീസായി കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ആര്യൻ വർക്ക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് ഡിസൈൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ബീഡ് ഉപയോഗിച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. 2 ലെയറിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ മിറർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മിററിന് ചുറ്റും സെയിം സ്റ്റിച്ച് തന്നെ കട്ട് ബീഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഗോൾഡൻ കട്ട് ബീഡാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മളിത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ പിന്നെ വലിയ വർക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് പോർഷനിൽ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടാവുമല്ലോ, ആ ഭാഗത്ത് വരുന്ന മിറേഴ്സ് ഉണ്ടാവും. നമ്മൾ കുറച്ച് കട്ട് ഒഴിവാക്കുന്ന മിറേഴ്സ് നമ്മൾ പറിച്ചെടുത്ത് ഒഴിവാക്കുന്നുണ്ടാവും. അങ്ങനെ സ്റ്റിച്ച് വീണിട്ടുണ്ടെങ്കിൽ അവിടെ നീഡിൽ പൊട്ടി പോകുന്ന തരത്തിലുള്ള ബീഡ്സുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അത് പറിച്ചെടുത്തപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം ഇതിനായിട്ട് വേറെ നമ്മൾ മിറേഴ്സ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഈ സെയിം ഡ്രസ്സിൽ തന്നെയുള്ള മിറേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ കട്ട് ബീഡ് മാത്രമേ ഇതിലേക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിന് നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ കട്ട് ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു സ്റ്റിച്ച് മാത്രമേ നമ്മൾ ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്ക് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊണ്ട് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യൻ സ്റ്റിച്ചിൽ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചുകളാണ് കേട്ടോ. ഇത് ഏതൊരു ബിഗ്നേഴ്സിനും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർക്ക്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും താല്പര്യമുള്ളവരൊക്കെ നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നമ്മൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. പിന്നെ അതുപോലെ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ് കോഡുകൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ ചെയ്തു തരുന്നതാണ്. കൊറിയറായിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഡിസൈൻ നമ്മൾ ഇതുപോലെയാണ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ടോപ്പിൻ്റെ ആ ഒരു സെയിം വർക്ക് തന്നെ ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ഒരുപാട് കാലമായി വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ ഡിയേഴ്സ്, ബൈ.